ഹായ് ദൃശ്യം 3 എന്ന മോഹൻലാൽ സിനിമയുടെ റിലീസിംഗ് മാറ്റിവെക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ. ഇപ്പോൾ മാറ്റിവെക്കും എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത്. ഒഫീഷ്യലായി അവർ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. മാറ്റിവെക്കും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പുറത്ത് സംസാരിക്കുന്നത്. GCCയിലെ പ്രശ്നങ്ങൾ മാത്രമാണോ റിലീസിംഗ് മാറ്റിവെക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്? GCCയിൽ അത്രയും വലിയ പ്രശ്നമുണ്ടോ? ഇപ്പോൾ ആട് 3 റിലീസായി 2 ദിവസം കൊണ്ട് 48 കോടി നേടി എന്നാണ് അണിയറക്കാർ അവകാശപ്പെടുന്നത്. എന്തായാലും ആദ്യ ദിവസം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും മാത്രം 11 കോടിക്ക് മുകളിൽ ആട് 3 കളക്ഷനായി നേടിയിട്ടുണ്ട്. അതിൽ 7 കോടിക്ക് മുകളിൽ GCC രാജ്യങ്ങളിൽ നിന്ന് മാത്രം കിട്ടിയതാണ്. ആട് 3യെ സംബന്ധിച്ച് അത് വലിയൊരു കളക്ഷനാണ്. അപ്പോൾ ഒരു യുദ്ധവും ഒരു പ്രശ്നവും സിനിമയെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് GCC രാജ്യങ്ങളിൽ ദൃശ്യം 3 എന്ന സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ ആട് 3ക്ക് കിട്ടിയ പോലുള്ള ഒരു കളക്ഷൻ അല്ല കിട്ടുക. ഗംഭീരമായിട്ടുള്ള കളക്ഷൻ ആയിരിക്കും. പിന്നെ എന്തുകൊണ്ട് ഇത് മാറ്റിവെക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിരിക്കുന്നത് ഇലക്ഷനാണ് ഇവരുടെ പ്രശ്നം. ദൃശ്യം 3 റിലീസ് ആവുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറയണം. റിലീസ് ആയി കഴിഞ്ഞാലും ദൃശ്യം 3 എന്ന സിനിമയെക്കുറിച്ച് എല്ലാവരും സംസാരിക്കണം. എന്നാൽ മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കളക്ഷൻ സിനിമയ്ക്ക് വരികയുള്ളൂ. അതായത് സിനിമ വിജയിക്കുമോ, 100 കോടി നേടുമോ, 200 കോടി നേടുമോ എന്നുള്ളതല്ല. ദൃശ്യം 3 വലിയൊരു കളക്ഷനിലേക്ക് എത്തപ്പെടും. മലയാള സിനിമയുടെ സകല കളക്ഷൻ റെക്കോർഡുകളും ഭേദിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ, ഇതിന്റെ അണിയറ പ്രവർത്തകരുടെയും. അപ്പോൾ അങ്ങനെ നേടണമെങ്കിൽ ദൃശ്യം 3യെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറയണം. ഇലക്ഷൻ 9-ാം തീയതിയാണ്. അപ്പോൾ തീർച്ചയായും ദൃശ്യം 3 ഇറങ്ങുന്ന സമയത്ത് ഇലക്ഷനെ കുറിച്ചുള്ള ചർച്ചകളായിരിക്കും സോഷ്യൽ മീഡിയയിൽ മുഴുവൻ. ഒരുപക്ഷെ അതിനിടയിൽ ദൃശ്യം 3 എന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ മുങ്ങിപ്പോകുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് ടൈം, ഇലക്ഷൻ ഒരു പ്രശ്നം തന്നെയാണ്, പക്ഷേ എന്നാലും ഏറ്റവും ബെസ്റ്റ് ടൈം ഏപ്രിൽ 2 എന്ന ഡേറ്റ് തന്നെയാണ്. അതിലൊരു മാറ്റമില്ല. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ളൊരു റിലീസിംഗ് ഡേറ്റ് വേറെ കിട്ടാനില്ല. ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണ് സിനിമ റിലീസ് ചെയ്യുക? ഏപ്രിൽ മാസത്തിൽ നടക്കില്ല. ഒരുപാട് സിനിമകൾ ഇനിയും വരാനുണ്ട്. മെയ് മാസത്തിലും ഒരുപാട് സിനിമകൾ വരാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് മഴയാണ്. അപ്പോൾ സിനിമയ്ക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് റിലീസിംഗ് ടൈം എന്ന് പറയുന്നത് ഏപ്രിൽ 2 തന്നെയാണ്. ഇലക്ഷനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിറയും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ദൃശ്യം 3 പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുകയാണെങ്കിൽ ദൃശ്യം 3യെ കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയ നിറയും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിലീസിംഗ് മാറ്റി വെക്കരുത് എന്നുള്ളത് തന്നെയാണ്. GCCയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മലയാള സിനിമയ്ക്ക് മികച്ച കളക്ഷൻ വരും എന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ദൃശ്യം 3ക്ക് വമ്പൻ കളക്ഷൻ GCCയിൽ നിന്നും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും എന്ന് ആട് 3 നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ആട് 3 ഭേദപ്പെട്ട കളക്ഷൻ അവിടെ നിന്ന് നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൃശ്യം 3ക്ക് വമ്പൻ കളക്ഷൻ വരും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്തിനാണ് സിനിമയുടെ റിലീസിംഗ് മാറ്റിവെക്കുന്നത്? ഈ ഒരു അവസരം പാഴാക്കി, അതായത് ഈ ഒരു റിലീസിംഗ് ഡേറ്റ് പാഴാക്കിയാൽ വലിയ നഷ്ടമാണ് സിനിമയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്. ഒരുപാട് ഒഴിവ് ദിവസങ്ങൾ 2-ാം തീയതി മുതൽ കിട്ടുന്നുണ്ട്. അതായത് ഏപ്രിൽ 2 മുതൽ. അത് പാഴാക്കി കളയരുത്. സിനിമയ്ക്ക് വമ്പൻ കളക്ഷൻ ആദ്യ ഒരാഴ്ച കൊണ്ട് തന്നെ നേടിയെടുക്കാൻ സാധിക്കും. നമ്മൾക്ക് ദൃശ്യം 3യുടെ മേക്കേഴ്സിനോട് പറയാനുള്ളത് മണ്ടത്തരം കാണിക്കല്ലേ എന്നുള്ളതാണ്. പല ആൾക്കാരും പറയുന്നു ഏറ്റവും ബെസ്റ്റ് റിലീസിംഗ് മാറ്റിവെക്കുന്നത് തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. അങ്ങനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ മെയിലാവും സിനിമയുടെ റിലീസ്. പ്രതീക്ഷിച്ച ഒഴിവ് ദിവസങ്ങൾ അന്ന് കിട്ടാതാവും. പ്രതീക്ഷിച്ച കളക്ഷനിലേക്ക് സിനിമ പോവാതാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.